വിശദമായി നോക്കാം. വന്ദേ ഭാരതിന് സമയക്രമമായി. രാവിലെ 5:10 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് 12:30 കണ്ണൂർ എത്തും. കണ്ണൂരിൽ നിന്ന് 2 മണിക്ക് തിരിച്ച് 9:20 തിരുവനന്തപുരത്ത് എത്തും. നന്ദകുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. നന്ദകുമാർ, ഏവരും ഏറെ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ് എപ്പോഴാണ് ഈ സമയക്രമം വരിക, നിരക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ. എന്തായാലും ഒടുവിൽ അതിൽ ഒരു തീരുമാനമായിരിക്കുകയാണ്. എങ്ങനെയാണ് വിശദാംശങ്ങൾ? ആര്യ, വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രയൽ റൺ നടത്തിയത് അതേസമയം തന്നെയാണ് ഇപ്പോൾ ഔദ്യോഗികമായി കേരളത്തിന്റെ റെയിൽ പാതയിലൂടെ സർവീസ് നടത്തുക. രാവിലെ 5:10 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് 12:30 കണ്ണൂരിലെത്തുന്ന രീതിയിലാണ് ഇപ്പോൾ ഷെഡ്യൂൾ ക്രമീകരിച്ചിട്ടുള്ളത്. തിരിച്ച് കണ്ണൂരിൽ നിന്ന് 2 മണിക്ക് പുറപ്പെട്ട് 9:20 തിരിച്ച് തിരുവനന്തപുരത്ത് എന്ന രീതിയിലാണ് ഇപ്പോൾ ഷെഡ്യൂൾ. എന്തായാലും എക്കണോമിക് കോച്ചിൽ ഏകദേശം ഭക്ഷണം ഉൾപ്പെടെ 1400 രൂപയാണ് നിരക്ക് വരുന്നത്. എക്സിക്യൂട്ടീവ് കോച്ചിൽ ഭക്ഷണം ഉൾപ്പെടെ 2400 രൂപയാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. എന്തായാലും ഭക്ഷണത്തിന്റെ ആ ഒരു അളവ് അത് എക്കണോമിക് കോച്ചിൽ കുറവായിരിക്കുകയും എക്സിക്യൂട്ടീവ് കോച്ചിൽ കുറച്ചുകൂടി കൂടുതലായിരിക്കുമെന്നും ഇപ്പോൾ റെയിൽവേ ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും 78 സീറ്റ് വീതം 12 എക്കണോമിക് കോച്ചുകളാണ് ഇപ്പോൾ നിലവിൽ വന്ദേ ഭാരത് എക്സ്പ്രസിലുള്ളത്. 54 സീറ്റ് വീതം 2 എക്സിക്യൂട്ടീവ് കോച്ചുകളും ഇപ്പോൾ വന്ദേ ഭാരത് എക്സ്പ്രസിലുണ്ട്. അതോടൊപ്പം തന്നെ മുന്നിലും പിന്നിലും എഞ്ചിനോടൊപ്പം തന്നെ ഏകദേശം 44 സീറ്റ് വീതമുള്ള 2 കോച്ചുകൾ വേറെയുമുണ്ട്. എന്തായാലും ആദ്യ സർവീസ് 25 തന്നെ നടത്തുമെന്നാണ് ഇപ്പോൾ റെയിൽവേ ഉദ്യോഗസ്ഥർ നമുക്ക് നൽകുന്ന ഒരു വിവരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 25 ഫ്ളാഗ് ഓഫ് ചെയ്തതിനു ശേഷമായിരിക്കും ആദ്യ സർവീസ് ഉണ്ടാവുക. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വന്ദേ ഭാരത് എക്സ്പ്രസിൽ ഇപ്പോൾ സഞ്ചരിക്കില്ല എന്നൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ ഷെഡ്യൂളിൽ ഇപ്പോൾ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഫ്ളാഗ് ഓഫ് മാത്രമാണ് പ്രധാനമന്ത്രിയുടെ ഈ ഒരു ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട 25 യാത്രക്കാരായിരിക്കും ആദ്യ സർവീസിൽ, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യുമ്പോഴുള്ള ഈ ഒരു സർവീസിൽ ഉണ്ടാവുക. ആ 25 യാത്രക്കാരുമായി പ്രധാനമന്ത്രി സംവദിക്കും എന്ന കാര്യങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും 25 തന്നെ ഫ്ളാഗ് ഓഫ് നടത്തുകയും നിരക്ക് അടക്കമുള്ള കാര്യങ്ങളുടെ അവസാന ഒരു നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ റെയിൽവേ പുറത്തിറക്കുകയും ചെയ്യും. ആര്യ, ശരി, നന്ദകുമാറാണ് വിവരങ്ങൾ നൽകിയത്. വന്ദേ ഭാരത് ട്രയൽ റൺ 2 മിനിറ്റ് വൈകിയതിൽ റെയിൽവേ ചീഫ് കൺട്രോളറെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിച്ചു. ജീവനക്കാരുടെ സംഘടന എതിർപ്പ് അറിയിച്ചതിനെ തുടർന്നാണ് സസ്പെൻഷൻ പിൻവലിച്ചത്. തിരുവനന്തപുരം ഡിവിഷൻ ചീഫ് കൺട്രോളർ BL കുമാറിനെതിരെയാണ് ആദ്യം റെയിൽവേ നടപടിയെടുത്തത്. വേണാട് എക്സ്പ്രസ് കടത്തിവിട്ടതിനാൽ വന്ദേ ഭാരത് 2 മിനിറ്റ് വൈകിയെന്നാരോപിച്ചാണ് സസ്പെൻഷൻ. വന്ദേ ഭാരത് നല്ല കാര്യമാണെന്നും ട്രെയിൻ വേണമെന്നാവശ്യപ്പെട്ട് ആദ്യം കത്ത് നൽകിയത് താനാണെന്നും മന്ത്രി KN ബാലഗോപാൽ 2 വർഷം മുൻപാണ് കത്ത് നൽകിയത്. ട്രെയിൻ നേരത്തെ കിട്ടേണ്ടതാണ്. കേരളയിലും വന്ദേ ഭാരതും വേറെയാണ്. വന്ദേ ഭാരത് വന്നാൽ മാത്രം പോരാ, കേരളയിലും വേണം. ദേശീയപാതയ്ക്ക് വേണ്ടി കേരളം മാത്രമാണ് പണം മുടക്കേണ്ടി വരുന്നതെന്നും മറ്റൊരു സംസ്ഥാനത്തിനും പണം നൽകേണ്ട സ്ഥിതിയില്ല എന്നും ധനമന്ത്രി പറഞ്ഞു. UPI വഴി ഉടമ അറിയാതെ അക്കൗണ്ടിലേക്ക് പണം വരുന്ന വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും തീവ്രവാദത്തിന് ഉപയോഗിക്കുന്ന പണം അടക്കം വരുന്നതായും ആരോപണമുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഞങ്ങൾ 2 വർഷം മുമ്പ് തന്നെ കേരള ഗവൺമെൻറ് ആവശ്യപ്പെട്ടതാണ്. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് അത് വന്നു എന്നുള്ള കാര്യം നല്ലത് തന്നെ. നല്ല സൗകര്യമുള്ളൊരു ട്രെയിൻ കൊണ്ടുവന്ന് കൊള്ളാം. ആ ട്രെയിൻ ഓടുമ്പോൾ ജനശതാബ്ദിയുടെ വേഗത്തിലേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഗുണമില്ല. അതുകൊണ്ട് ഞാൻ ആ വന്ദേ ഭാരത് വരാനുള്ള ശ്രമത്തിനെയൊക്കെ പിന്തുണയ്ക്കുകയാണ്. പക്ഷേ വന്ദേ ഭാരതായിട്ട് ഓടണമെങ്കിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ചെയ്തതുപോലെ പാളത്തിനെ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് വേഗത്തിൽ ഓടാനുള്ള സംവിധാനം ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ യാത്ര ചെയ്യുന്നവർക്ക് ഒരു 2 മണിക്കൂറെങ്കിലും കുറവ് കിട്ടും. അതായിരിക്കും നല്ലത്. എലത്തൂർ ട്രെയിൻ തീവയ്പ് കേസ് NIA വിട്ടു. NIA കൊച്ചി യൂണിറ്റ് അന്വേഷിക്കും. FIR രജിസ്റ്റർ ചെയ്തു. UAP അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് FIR. ഷാറൂഖ് സൈഫിയെ വിയ്യൂരിലെ അതിസുരക്ഷാ ജയിലിലേക്ക് മാറ്റും. വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുകയാണ്. സുവി, വിശദാംശങ്ങൾ. ആര്യ, എലത്തൂർ തീവെപ്പ് കേസിൽ തീവ്രവാദ ബന്ധമുണ്ടോ എന്ന് കണ്ടെത്തുകയാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ പ്രധാന ലക്ഷ്യം. സംഭവം നടന്ന ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ NIA അന്വേഷണം ഏറ്റെടുക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ് പ്രകാരമാണ് NIA അന്വേഷണം ഏറ്റെടുക്കുന്നത്. NIAയുടെ കൊച്ചി യൂണിറ്റിനാണ് ഇതിന്റെ ചുമതല. കൊച്ചി യൂണിറ്റ് FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഷാറൂഖ് സൈഫിയെ പ്രതിയാക്കിക്കൊണ്ടാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. UAP അടക്കമുള്ള വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. ഇനി
പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് ഉടൻ NIA കടക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസിൽ തീവെപ്പ് ഉണ്ടായതിന് തൊട്ടു പിന്നാലെ NIA പ്രാഥമിക വിവരശേഖരണം നടത്തിയിരുന്നു. 2 ദിവസം മുമ്പാണ് പോലീസ് UAPA വകുപ്പ് ചുമത്തിയത്. അപ്പോൾ അതിനെ തുടർന്നാണ് ഇപ്പോൾ NIAക്ക് അന്വേഷണം വഴിമാറാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയത്. ഏതായാലും ഡൽഹി, മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് കൂടെ ഈ അന്വേഷണം വ്യാപിപ്പിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇത് സംബന്ധിച്ച് ഷാരൂഖ് സൈഫിയുടെ ബന്ധങ്ങളും മുൻകാല ജീവിതങ്ങളും കൂടെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കും NIA അന്വേഷണം നടത്തുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസ് NIAക്ക് വിട്ടിരിക്കുകയാണ്. NIA കൊച്ചി യൂണിറ്റ് അന്വേഷിക്കും. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസ് പ്രതി ഷാരൂഖ് സൈഫിയെ വിയ്യൂർ അതിസുരക്ഷാ ജയിലിലേക്ക് മാറ്റും. പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡി കാലാവധി നീട്ടി ചോദിച്ചില്ല. 20 വരെയാണ് പ്രതിയെ റിമാൻഡിൽ വിട്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് 1:30 ഓപ്പൺ കോടതിയിൽ ഹാജരാക്കിയ ഷാരൂഖിനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയതിനു ശേഷം ആണ് മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ എത്തിച്ചത്. പ്രതിക്കെതിരെ UAPA ചുമത്താനിടയായ സാഹചര്യം വ്യക്തമാക്കുന്ന റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുമ്പാകെ സമർപ്പിച്ചു. പാൽവില കൂട്ടി മിൽമയുടെ പച്ച, മഞ്ഞ പാക്കറ്റുകൾക്കാണ് വില വർദ്ധിപ്പിച്ചത്. ലിറ്ററിന് 2 രൂപ വീതം കൂടും. വില കൂട്ടിയതല്ല, ഏകീകരിച്ചതാണെന്ന് മിൽമയുടെ വിശദീകരണം. വില വർധന അറിഞ്ഞിട്ടില്ലെന്നാണ് മന്ത്രി ജെ ചിഞ്ചുറാണി പ്രതികരിച്ചത്. സർക്കാരിനെയും ഏജന്റുമാരെയും അറിയിക്കാതെയാണ് മിൽമ വില വർദ്ധിപ്പിച്ചത്. ലിറ്ററിന് 2 രൂപ വീതമാണ് വർധന. മിൽമ റിച്ച് 1/2 ലിറ്റർ പാക്കറ്റിന് 30 രൂപയാകും. നേരത്തെ 29 രൂപയായിരുന്നു. മിൽമ സ്മാർട്ട് 1/2 ലിറ്റർ പാക്കറ്റ് 24 രൂപയിൽ നിന്ന് 25 രൂപയാകും. മിൽമ പാൽ വില വർദ്ധിപ്പിച്ചത് അറിഞ്ഞിട്ടില്ല എന്ന് മന്ത്രി. വിശദീകരണം തിരക്ക്. കാരണം പെട്ടെന്ന് ഇങ്ങനെ വില വർദ്ധിച്ചപ്പോൾ നമ്മളത് അറിയാതെ പോയി. അത് തിരക്കും, ഡീറ്റെയിൽ തിരക്കും. എങ്ങനെയാണ് ഈ വില വർധന കേരളത്തിൽ വന്നത്? വിലയും ഗുണനിലവാരവും ഏകീകരിക്കുന്ന റീപൊസിഷനിംഗിന്റെ ഭാഗമായാണ് വില വർധന. നേരത്തെ മറ്റുൽപ്പന്നങ്ങൾക്ക് വില കൂട്ടിയപ്പോൾ റിച്ചിനും സ്മാർട്ടിനും വില വർദ്ധിപ്പിച്ചിരുന്നില്ല. അതിനാൽ ഇപ്പോൾ വില ഏകീകരിച്ചതാണ് എന്ന് മിൽമ. അത് 2 രൂപ കൂട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും ഈ സമ്മർദ്ദ വില കൂട്ടിയപ്പോൾ കൂട്ടാതിരുന്ന 2 കാറ്റഗറിയിലാണ് ഇപ്പൊ 2 രൂപ കൂട്ടും. മിൽമയുടെ 3 മേഖലാ യൂണിയന്റെയും പാക്കിങ്ങും വിലയും എല്ലാം ഒരേ തരത്തിലാക്കുന്നത് കൊണ്ട് അന്ന് അത്യാവശ്യം വേണ്ടി വന്ന 2 ബ്രാൻഡിന് മാത്രമേ വില കൂട്ടിയുള്ളൂ. ബാക്കിയുള്ളത് പെൻഡിങ്ങിൽ വെച്ചിരുന്നു. അതിപ്പോഴ് കോമണായി 3 യൂണിയനിലും ഒരേപോലെ ആക്കിയപ്പോഴാണ് ഈ വില കൂടിയത്. ഏജന്റുമാരും ഹോട്ടൽ ഉടമകളും പാൽ വില വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധം പരസ്യമാക്കി. ഇപ്പൊ വില വർദ്ധിപ്പിക്കുന്നതോട് നമുക്കത് യോജിക്കാൻ പറ്റില്ല. ഇപ്പൊ ഒന്നാമത് നമുക്കറിയാം, ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഗ്യാസിന്റെ വില വർധനവ് അടക്കം എല്ലാ സാധനങ്ങൾക്കും വില വർധന വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്നൊരു മുന്നറിയിപ്പുമില്ലാതെ പാലിന് നാളെ മുതൽ വില വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് പ്രതികരണ ശേഷിയില്ലാത്ത ജനങ്ങളെ എന്തും ചെയ്യാവുന്ന ഒരു പാവമാണ് ഗവൺമെന്റിന്. വില വർധനയുടെ ഗുണം ക്ഷീരകർഷകർക്ക് ലഭിക്കില്ലെന്നും പരാതിയുണ്ട്. ഇത് ക്ഷീരകർഷകർക്ക് ഉപയോഗപ്പെടുകയുമില്ല. സാധാരണക്കാരനെ കൊള്ളയടിക്കുന്ന ഒരു രീതിയാണെന്നാണ് ഒരു ക്ഷീര കർഷക എന്ന നിലയിലും ഒരു സംഘം പ്രസിഡന്റ് എന്ന നിലയിലും എനിക്ക് പറയാനുള്ളത്. മിൽമയുടെ ആകെ വിൽപ്പനയുടെ 5% മാത്രമാണ് റിച്ചിന്. വില വർധന നാളെ പ്രാബല്യത്തിൽ വരും. ഐശ്വര്യ അനിൽ, ന്യൂസ് 18, തിരുവനന്തപുരം. പാൽ വില വർധന ഭീകരമെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. റബ്ബർ വിലയിൽ വൈകാതെ മാറ്റങ്ങൾ ഉണ്ടാകും. സംസ്ഥാന സർക്കാർ റബ്ബർ കർഷകരെ പറ്റിച്ചു. കേന്ദ്രം കർഷകർക്കൊപ്പമാണ്. റബ്ബറിന് 300 രൂപ ആക്കണമെങ്കിൽ സംസ്ഥാന സർക്കാർ നിലപാട് അറിയിക്കണം. LDF പ്രകടന പത്രികയിൽ പറഞ്ഞ 250 രൂപ ആദ്യം നടപ്പാക്കട്ടെയെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. മലപ്പുറം മമ്പാട് കാട്ടാന കിണറ്റിൽ വീണു. എടക്കോട് ഫോറസ്റ്റ് റേഞ്ച് പരിധിയിലാണ് ആന കിണറ്റിൽ വീണത്. കിണറ്റിൽ നിന്നും കയറ്റാൻ ശ്രമം തുടങ്ങി. CV അനുമോദ് വിവരങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, എപ്പോഴാണ് ഈ ഒരു അപകടം സംഭവിച്ചത് എന്ന് കരുതുന്നത്? ഈ രക്ഷാപ്രവർത്തനം അതെപ്പോൾ ആരംഭിച്ചു? ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം, ഈ ആനയെ വനം വകുപ്പ് കിണറ്റിൽ നിന്നും കയറ്റി വിട്ടു എന്നുള്ളതാണ്. കിണറിന്റെ റിങ്ങുകൾ മാറ്റി JCB ഉപയോഗിച്ച് കിണറിന്റെ ഒരു വശം മണ്ണിടിച്ചു താഴ്ത്തി അതിലൂടെയാണ് ആനയെ കയറ്റി വിട്ടത്. ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷമാണ് മമ്പാട് ഓടായിക്കൽ കരിക്കാട്ടുമണ്ണയിലെ ആളൊഴിഞ്ഞ പറമ്പിലെ റബ്ബർ എസ്റ്റേറ്റിനോട് ചേർന്നുള്ള ആളൊഴിഞ്ഞ പറമ്പിലെ ഈ കിണറ്റിൽ ആന വീണത്. തുടർന്ന് നാട്ടുകാർ വിവരമറിച്ചതിനെ തുടർന്ന് ഫോറസ്റ്റും അതുപോലെ തന്നെ EFT ടീമും സ്ഥലത്തെത്തി. തുടർന്നാണ് JCB ഉപയോഗിച്ച് കിണറിന്റെ റിങ്ങുകൾ മാറ്റി ആനയെ ഇപ്പോൾ പുറത്ത് കയറ്റി വിട്ടിരിക്കുന്നത്. എന്താണെങ്കിലും വലിയ അധ്വാനം കൂടാതെ, അതായത് ഏതാണ്ട് 1 മണിക്കൂർ
നീണ്ട പ്രയത്നം കൊണ്ട് തന്നെ ആനയെ പുറത്തു കയറ്റാനും രക്ഷപ്പെടുത്താനും വനം വകുപ്പിനും മറ്റു ഉദ്യോഗസ്ഥർക്കും കഴിഞ്ഞു. ഇപ്പോൾ ആന പുറത്തെത്തി ആനയെ വനമേഖലയിലേക്ക് കയറ്റിവിട്ടിരിക്കുകയാണ്. ശരി, CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം മൊമ്പാട് എടക്കോട് ഫോറസ്റ്റ് റേഞ്ച് പരിധിയിലാണ് കാട്ടാന കിണറ്റിൽ വീണത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ആനയെ പുറത്തെത്തിച്ചു. ലോകായുക്ത വിശദീകരണ കുറിപ്പിറക്കിയ അസാധാരണ സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വാർത്താക്കുറിപ്പിലെ വാചകങ്ങൾ മോശം. ഒരു ന്യായാധിപനും പരാതിക്കാരെ പേപ്പട്ടിയോട് ഉപമിക്കുന്നത് ശരിയല്ല. ലോകായുക്ത അപഹാസ്യരാകുന്നുവെന്നും സതീശൻ വിമർശിച്ചു. ഒന്നാമത്തെ കാര്യം, ആ വാർത്താക്കുറിപ്പിലെ വാചകങ്ങൾ തന്നെ അവരിയ്ക്കുന്ന സ്ഥാനങ്ങൾക്ക് യോജിക്കാത്ത വാചകങ്ങളാണ്. വളരെ മോശമായ വാചകങ്ങളാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത്, അവർക്കെതിരായി ഉയർന്നു വന്ന ആക്ഷേപത്തിനുള്ള മറുപടി അതിൽ പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ലോകായുക്തയിൽ അഴിമതി കേസുമായി വരുന്ന പരാതിക്കാരെ പേപ്പട്ടിയോട് ഉപമിക്കുന്നത് ഒരു ജഡ്ജിനും യോജിച്ച കാര്യമല്ല. അത് ഒരാൾ ചെയ്യാത്ത കാര്യമാണത്. അതും ശരിയായ രീതിയിലല്ല അത് നടപ്പാക്കിയത്. എന്നിട്ട് അതിനെ ന്യായീകരിക്കുകയാണ്. അപ്പോൾ വാർത്താക്കുറിപ്പ് ഇറക്കി കൂടുതൽ അപഹാസ്യമാകുകയാണ് ലോകായുക്ത, കൂടുതൽ അപഹാസ്യമാണ്. വാർത്തകളിലേക്ക്. ക്രൈസ്തവ സഭകൾ രാഷ്ട്രീയത്തിൽ പ്രത്യക്ഷമായി ഇടപെടുന്നതിനെതിരെ യാക്കോബായ സഭാ മെത്രോപൊലിത്തൻ ട്രസ്റ്റിയും കൊച്ചി ഭദ്രാസനാധിപനുമായ ജോസഫ് മാർ ഗ്രിഗോറിയസ് മെത്രോപൊലിത്ത. രാഷ്ട്രീയക്കാർക്ക് എല്ലാ സഭകളെയും വേണം. സ്വാഭാവിക ബന്ധം തിരിച്ചുമാകാം. എന്നാൽ സഭകൾ രാഷ്ട്രീയം പറയുന്നതിൽ വിയോജിപ്പുണ്ടെന്ന് അദ്ദേഹം നിലപാട് വ്യക്തമാക്കി. ന്യൂസ് 18 കേരളം എഡിറ്റർ പ്രദീപ് പിള്ളയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ജോസഫ് മാർ ഗ്രിഗോറിയോസിന്റെ പ്രതികരണം. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയക്കാർക്ക് എല്ലാവരും വേണം. സ്വാഭാവികമായിട്ടും സമുദായങ്ങളും സഭകളും വിശ്വാസികളും വിശ്വാസമില്ലാത്തവരും എല്ലാവരും അവർക്ക് വേണം. ഒരു രാജ്യമാവുമ്പോൾ, ഒരു സംസ്ഥാനമാകുമ്പം ആ ഒരു സംവിധാനത്തിൽ എല്ലാ വിഭാഗങ്ങളും ഉണ്ടല്ലോ. അപ്പം സ്വാഭാവികമായിട്ടും ഉള്ള ഒരു ബന്ധങ്ങൾ രാഷ്ട്രീയക്കാരുമായിട്ടും സഭാ നേതൃത്വമായിട്ടുമൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്നതിൽ അതിൽ എന്തെങ്കിലും ഒരു അപാകത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ അതേസമയം സഭ രാഷ്ട്രീയം പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിയോട് തികഞ്ഞ ആദരവാണുള്ളത്. സഭാ ചരിത്രത്തിൽ ആദ്യമായി ഇരുവിഭാഗങ്ങളുമായും ചർച്ചയ്ക്ക് അദ്ദേഹം തയ്യാറായി. പള്ളിത്തർക്കം തീരേണ്ടത് തന്നെയാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെയും നിലപാടെന്ന് ജോസഫ് മാർ ഗ്രിഗോറിയോസ് പറഞ്ഞു. നരേന്ദ്രമോദിജി ആസ് എ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഒരു പക്ഷേങ്കിൽ ഞങ്ങളുടെ സഭാ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇരു സഭകളെയും നേതാക്കന്മാരെ വിളിച്ച് അദ്ദേഹം ഒരു മണിക്കൂറോളം ഇരുന്ന് ചർച്ച ചെയ്തു. രണ്ട് വിഭാഗമായിട്ടാണ് ചർച്ച ചെയ്തത്. ഞാൻ ആ മീറ്റിങ്ങിലുണ്ടായിരുന്നു. ആ ഒരു ഡെലിഗേഷനിൽ ഞാനാണ് കൂടുതൽ നേരം സംസാരിച്ചത്. അപ്പം അദ്ദേഹം ഈ സഭയുടെ ഒരു 100 വർഷത്തിലധികം പഴക്കമുള്ള ഈ ഇഷ്യൂ അത് തീരേണ്ടത് തന്നെയാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. മാത്രവുമല്ല, ഗുജറാത്തിൽ അദ്ദേഹം ചീഫ് മിനിസ്റ്ററായിട്ടിരുന്നപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിലെ ഒരു കമ്മ്യൂണിറ്റി, മുസ്ലിം കമ്മ്യൂണിറ്റി, രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം സംബന്ധിച്ച് ഞങ്ങളോട് പറയുകയുണ്ടായി. അത് തീർക്കാൻ വേണ്ടി അദ്ദേഹം കുറേ ശ്രമങ്ങൾ നടത്തി. പക്ഷേ അത് വിജയിച്ചില്ല. അപ്പം അദ്ദേഹം പറയുകയുണ്ടായി, ഈ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ തമ്മിലുള്ളതായ തർക്കങ്ങൾ അത് ഒരു മതത്തിനകത്ത് തന്നെയുള്ള രണ്ട് വിഭാഗങ്ങളാകുമ്പം അത് തീർക്കുന്നതിന് വലിയ കടമ്പകളുണ്ടെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പം ഞങ്ങളുടെ സഭാ വിഷയം കേട്ടപ്പോഴും അദ്ദേഹം അങ്ങനെ പറഞ്ഞുവെങ്കിലും ഇങ്ങനെയൊക്കെ കേരളത്തിൽ നടക്കുന്നുണ്ടോ എന്ന് അദ്ദേഹം വളരെ ആശ്ചര്യത്തോടുകൂടി ചോദിച്ചു. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വ്യക്തിപരമായി വലിയ ഒരു ആദരവുണ്ട്. കാരണം ഞങ്ങളും ഇൻ്ററാക്ഷൻ അങ്ങനെയായിരുന്നു. അദ്ദേഹം കാര്യങ്ങൾ കേൾക്കുന്നു, അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കാര്യമായിട്ടൊന്നും അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഇവിടുത്തെ കാര്യമുണ്ട് എന്നുള്ളത്, ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അറിവുള്ള ഒരു കാര്യം തന്നെയാണ്. സഭാതർക്കം കേരളത്തിലെ വിഷയമാണ്. സംസ്ഥാന സർക്കാരിനാണ് കൂടുതലായി ഉത്തരവാദിത്തമുള്ളത്. പള്ളിത്തർക്കത്തിൽ നീതി ലഭ്യമാകുമെന്ന് വിശ്വസിക്കുന്നെന്നും സംസ്ഥാന സർക്കാർ അതിന് ഇടപെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനിൽ വിശ്വാസമുണ്ടെന്നും ജോസഫ് മാർ ഗ്രിഗോറിയോസ് പറഞ്ഞു. സഭയിലേക്ക് വരുമ്പം ഇത് കേരളത്തിലെ ഒരു വിഷയമാണ്. കേരളത്തിലെ വിഷയം എന്നുള്ള നിലയിൽ കേരള ഗവൺമെൻറ്റാണ് അതിൽ കൂടുതലായിട്ടും ഉത്തരവാദിത്വമുള്ളതും. അവരാണിത് അഭിമുഖീകരിക്കുന്നത്, ഇഷ്യൂ അഭിമുഖീകരിക്കുന്ന അവരാണ്. അപ്പം അവരുടെ ഭാഗത്താണ് ആ കാര്യങ്ങൾ ഉണ്ടാകേണ്ടത്. ചുരുക്കത്തിൽ നമുക്ക് ഇവിടെ ഉള്ള രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ തന്നെയുണ്ട്.
പള്ളിത്തർക്കത്തിൽ ഓർത്തഡോക്സ് സഭയ്ക്കെതിരെ കർക്കശ നിലപാട് ആവർത്തിച്ച് ജോസഫ് മാർ ഗ്രിഗോറിയസ് മെത്രോപൊലീത്ത. കാലങ്ങളായി ഒന്നിച്ച് ആരാധന നടത്തിയിരുന്ന പള്ളികളിൽ നിന്ന് ചവിട്ടി പുറത്താക്കപ്പെട്ട അവസ്ഥയാണ് യാക്കോബായ വിശ്വാസികളുടേത്. പള്ളികൾക്കായുള്ള അവകാശവാദം അധികാരത്തിനായുള്ള പോരാട്ടമായി കണ്ടാൽ കുറ്റം പറയാനാകില്ലെന്നും ന്യൂസ് 18 എഡിറ്റർ പ്രദീപ് പിള്ളയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. ദേവലോകത്തെ ബാവായുടെ അല്ലെങ്കിൽ ദേവലോകത്തെ സഭാ ആസ്ഥാനത്ത് പണം കൊണ്ടുവന്ന് പണിതേക്കുന്ന പള്ളിയല്ല. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വല്ലാത്ത ഒരു 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 പിടിച്ചുപറികളാണ് യഥാർത്ഥം നടന്നുകൊണ്ടിരിക്കുന്നത്. കൊള്ളയാണ് ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പള്ളികൾ കൈവശം വെച്ച് അത് അവകാശികളെ പുറത്താക്കി കൈക്കലാക്കുന്നത് യഥാർത്ഥ കൊള്ളയാണ്. അത് എന്ത് കോടതി വിധിയുടെ ന്യായീകരണം പറഞ്ഞാലും അത് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നത്. ജോസഫ് മാർ ഗ്രിഗോറിയസ് മെത്രോപൊലീത്തയുമായുള്ള അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം വൈകിട്ട് 6:30 കാണാം. മോദി ഭരണത്തിൽ ക്രൈസ്തവർ സുരക്ഷിതരെന്ന കേന്ദ്ര ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോൺ ബർല. സിറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരിയെ സന്ദർശിച്ച ശേഷമാണ് മന്ത്രി മാധ്യമങ്ങളെ കണ്ടത്. റബ്ബർ ബോർഡ് ചെയർമാനുമായി വൈകിട്ട് കൂടിക്കാഴ്ച നടത്തുമെന്ന് മന്ത്രി അറിയിച്ചു. റബ്ബറിന്റെ അടിസ്ഥാന വില 250 രൂപയെങ്കിലും ആക്കണമെന്ന് തോമസ് ചാഴിക്കാടൻ MP. റബ്ബർ ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷ വേദിയിലാണ് തോമസ് ചാഴിക്കാടൻ MP ഈ ആവശ്യം ഉന്നയിച്ചത്. റബ്ബർ കർഷകന്റെ പ്രശ്നങ്ങൾക്ക് നാളുകളായി പരിഹാരമില്ല. വിഷയം പലതവണ പാർലമെന്റിൽ ഉന്നയിച്ചിട്ടും കാര്യമുണ്ടായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിലുണ്ടായ തീപിടുത്തത്തിൽ 4 കടകൾ കത്തിനശിച്ചു. 100 കണക്കിന് യാത്രക്കാർ ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നപ്പോഴാണ് തീപിടുത്തം ഉണ്ടായത്. തീ അണച്ചതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. ഉച്ചയോടെയായിരുന്നു സംഭവം. കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിലെ ചായക്കടയിലാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് ഉടൻ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. അതിനിടെ ഉഗ്രശബ്ദത്തോടെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു. ഗ്യാസിൽ നിന്ന് ചെറിയ ലീക്ക് വന്ന് തീ കത്തി. അപ്പോൾ ഈ ചായ അടിച്ചോണ്ട് നാളെ ടപ്പൻ തന്നെ അവിടെ നിന്ന് മാറി. അപ്പോൾ ഈ ടീ കൊണ്ട് പടന്ന് അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞത് ഇത് ഏറിൽ നിന്ന് പൊട്ടിത്തെറിച്ചു. അതിനു മുമ്പ് തന്നെ ഇവിടെയുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് ആളുകളെല്ലാം നമ്മൾ കൊച്ചു കുട്ടികളും ഒരുപാട് ആളുണ്ട്, അവരെല്ലാം അങ്ങോട്ട് മാറ്റി. ചരിത്ര സ്മാരകമായ കിഴക്കേക്കോട്ടയ്ക്ക് മീറ്ററുകൾ മാത്രം അകലെയാണ് അപകടമുണ്ടായത്. ചുറ്റും നിരവധി കടകളും പിൻവശത്ത് അഭേദാനന്ദ ആശ്രമവും. 100 കണക്കിന് യാത്രക്കാർ അപകട സമയത്ത് ബസ് സ്റ്റാൻഡിലുണ്ടായിരുന്നു. എന്നാൽ നാട്ടുകാരുടെയും അഗ്നിശമന സേനയുടെയും സമയോചിതമായ ഇടപെടൽ വലിയ അപകടം ഒഴിവാക്കി. ഇവിടുത്തെ ടീ സ്റ്റോളിൽ നിന്നുള്ള തീ അത് റെഗുലേറ്റർ പ്രോപ്പറായിട്ട് അത് അവർ ഫിറ്റ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ചെക്ക് ചെയ്തിട്ട് വേണം തീ ആരംഭിക്കാൻ തന്നെ. അതിന് മുമ്പ് തന്നെ അവർ ഈ എണ്ണപ്പലഹാരം പോലുള്ള സാധനങ്ങളൊക്കെ ഇത് വിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പടരാൻ സാധ്യത. അവിടെ നിന്നാണ് നോക്കിയിരിക്കുന്നത്. 2 കടകൾ പൂർണ്ണമായും 2 കടകൾ ഭാഗികമായും കത്തി നശിച്ചു. മന്ത്രിമാരായ ആന്റണി രാജുവും വി ശിവൻകുട്ടിയും സ്ഥലം സന്ദർശിച്ചു. 6 കടകളിലാണ് തീപിടുത്തം ഉണ്ടായത്. 2 കട ഭാഗികമായും നശിച്ചിട്ടുണ്ട്. ഒരു കടയിൽ നിന്നാണ് ഇത് തീ മറ്റു കടകളിലത്തേക്ക് പടർന്നത്. അതിൻ്റെ കാരണങ്ങളെ സംബന്ധിച്ച് തീപിടുത്തത്തിൻ്റെ കാരണങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫയർഫോഴ്സ് അന്വേഷണം നടത്തുന്നുണ്ട്. അതിനുവേണ്ട നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവിടെ എല്ലാവരുടെയും പരിശ്രമത്തിൻ്റെ ഫലമായി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ തീ പൂർണ്ണമായിട്ട് അണയ്ക്കാനും നിയന്ത്രണ വിധേയമാക്കാനും കഴിഞ്ഞു. ഇപ്പോൾ യാതൊരു പ്രശ്നവുമില്ല, പരിപൂർണമായിട്ട് തീ അണച്ചു കഴിഞ്ഞിരിക്കുന്നു. 2 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായത്. തീപിടുത്തം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. വ്യൂവർഷിപ്പ് റെക്കോർഡ് തകർത്ത് ജിയോ സിനിമ. ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ഏറ്റുമുട്ടിയ മത്സരത്തിൽ ജിയോ സിനിമയിലെ കാഴ്ചക്കാരുടെ എണ്ണം 24 ദശലക്ഷം കവിഞ്ഞു. കഴിഞ്ഞ 18-നാണ് മത്സരം നടന്നത്. ആവേശകരമായ ഈ മത്സരത്തിൽ ചെന്നൈ 8 റൺസിന് വിജയിച്ചു. IPL 2023 സീസണിൽ ഓൺലൈൻ ലൈവ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ ജിയോ സിനിമയിൽ ഏറ്റവും ഉയർന്ന വ്യൂവർഷിപ്പാണിത്. ഏപ്രിൽ 12-ന് കാഴ്ചക്കാരുടെ എണ്ണം 22 ദശലക്ഷം എത്തിയിരുന്നു. മത്സരത്തിന്റെ 2ാം ഇന്നിംഗ്സിന്റെ അവസാന ഓവറിൽ ജിയോ സിനിമയുടെ പ്രേക്ഷകരുടെ എണ്ണം 24 ദശലക്ഷത്തിലെത്തി. ജിയോ സിനിമ IPL മത്സരങ്ങൾ സൗജന്യമായി സ്ട്രീം ചെയ്യുന്നത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ IPLന്റെ വ്യൂവർഷിപ്പ് വർദ്ധിപ്പിക്കുന്നതിന് സഹായകമായി. സ്പോൺസർമാരുടെയും പരസ്യദാതാക്കളുടെയും കാര്യത്തിലും ജിയോ സിനിമ റെക്കോർഡുകൾ സൃഷ്ടിക്കുകയാണ്. പ്രമുഖ ആഗോള ഇന്ത്യൻ ബ്രാൻഡുകൾ ജിയോ സിനിമയിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ടിവിയെ പിന്നിലാക്കി ജിയോ സിനിമയ്ക്ക് 23 പ്രധാന സ്പോൺസർമാരും ഉണ്ട്. ന്യൂസ് at 4 അവസാനിക്കുന്നു. നമസ്കാരം.